ശ്രീരാമ കഥാതത്വം. ഗുരു തൻ്റെ ശിഷ്യരോടായി പറഞ്ഞു, ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും 14 വർഷത്തെ വനവാസത്തിനായി കൊട്ടാരത്തിൻ്റെ പടിയിറങ്ങി. ശ്രീരാമചന്ദ്രൻ മുന്നിലും ലക്ഷ്മണൻ പിന്നിലും, നടുക്ക് സീതാദേവിയുമായിട്ടായിരുന്നു യാത്ര. ഈ യാത്ര പോലും ഒരു വലിയ ആധ്യാത്മിക തത്വത്തെയാണ് നമുക്ക് മുന്നിൽ വെളിവാക്കുന്നത്. കൗതുകപൂർവം ശിഷ്യർ ചോദിച്ചു, അതെങ്ങനെ? ഗുരു തുടർന്നു പറഞ്ഞു, മുന്നിൽ നടക്കുന്ന ശ്രീരാമൻ പരമാത്മാവിനെ പ്രതീകവൽക്കരിക്കുന്നു, പിന്നിലുള്ള ലക്ഷ്മണൻ ജീവാത്മാവിനെയും മധ്യത്തിലുള്ള സീതാദേവി മായയെയും സൂചിപ്പിക്കുന്നു. അതായത് പിന്നിൽ നടക്കുന്ന ജീവാത്മാവിന് ഏറ്റവും മുന്നിലുള്ള പരമാത്മാവിനെ കാണാൻ കഴിയുകയില്ല. കാരണം അവർക്കിടയിൽ മറയായി മായയുടെ ഇടപെടൽ ഉണ്ടാവുന്നു. ഗുരുവിൻ്റെ വിശദീകരണം കേട്ട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരു, എപ്പോഴാണ് ആത്മാവിന് പരമാത്മാവിനെ കാണാൻ അവസരം ലഭിക്കുന്നത്? സംശയമെന്ത്? മായ എപ്പോൾ നടുവിൽ നിന്ന് മാറിപ്പോകുന്നുവോ അപ്പോൾ മാത്രമേ ജീവാത്മാവിന് പരമാത്മാവിൻ്റെ ദർശന സൗഭാഗ്യം ലഭിക്കൂ. മനുഷ്യരായിട്ടുള്ള നമുക്കുള്ള ഉപദേശം കൂടിയാണ് ഇത്. നമ്മെ ബന്ധിച്ചിരിക്കുന്ന ഈ മായാമോഹം അകന്നു പോകുമ്പോഴേ ഈശ്വര ദർശനം ഉണ്ടാവുകയുള്ളൂ. ലക്ഷ്മണോപദേശം. വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലോരു കർമ്മവും നിർണയം എങ്കിലും ഒന്നിതു കേൾക്ക നീ. ദേഷ്യം പിടിച്ചിരിക്കുന്ന അനുജനെ അനുനയിപ്പിക്കാതെ ഒരു കാര്യവും മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്ന് ശ്രീരാമദേവന് അറിയാമായിരുന്നു. ഗീതയിൽ കൂടിയും ഭഗവാൻ നമുക്കത് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതി വിഭ്രമ. 2-ാമത്തെ അധ്യായത്തില് 63-ാമത്തെ. വത്സ എന്ന് സംബോധന ചെയ്യുമ്പോൾ ലക്ഷ്മണന് ഗുരുവിനെ ഓർമ്മ വരും. സൗമിത്രേ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരുടെയും നല്ല മിത്രമായ തൻ്റെ അമ്മയെ ഓർമ്മ വരും. അമ്മയുടെ സദ്ഗുണങ്ങൾ ഓർമ്മിക്കും. കുമാര എന്ന് വിളിക്കുമ്പോൾ തന്നേക്കാൾ പ്രായം കുറഞ്ഞ കൂട്ടുകാരനോട് പറയുന്നത് പോലെ അരുമയായി അനുജനോട് വാത്സല്യപൂർവം പറയുന്നതായിട്ട് ലക്ഷ്മണന് തോന്നും. ദേഷ്യമടങ്ങി കേൾക്കാൻ തയ്യാറാകുന്ന ലക്ഷ്മണനോട് അല്പം പോലും കുറ്റപ്പെടുത്താതെ ശ്രീരാമദേവൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് പറഞ്ഞു തുടങ്ങുന്നത്. നിന്നെ കൊണ്ട് സാധിക്കാത്തതായി എന്താണ് ഉള്ളത്? മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. കാമ ക്രോധ മത മാത്സര്യാദികൾ ആദ്യം വെടിയണം എന്ന് ശ്രീരാമദേവൻ പറഞ്ഞത് മോഹത്തിൽ നിന്നാണ് ഇതെല്ലാം ജനിക്കുന്നത് എന്ന് നമുക്ക് സൂചിപ്പിക്കാനല്ലേ? ശരീരമാണ് താൻ എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് നാം ശരീരസുഖത്തിന് വേണ്ടി വിഷയങ്ങൾക്ക് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നതും ഞാൻ ചെയ്യുന്നു എന്നും എൻ്റേതാണെന്നും അഹങ്കരിക്കുന്നതും. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനടോ. നിന്റെ ശരിയായ തത്വം മുൻപേ തന്നെ എനിക്കറിയാവുന്നതാണെന്നും. അതായത് ആദിശേഷനായ അനന്തന്റെ അവതാരമാണല്ലോ ലക്ഷ്മണൻ. ശരീരാദികളായ 24 തത്വങ്ങൾക്കും ഉണ്മ കൊടുക്കുന്നത് ഭഗവാന്റെ പരമാത്മ ചൈതന്യമാണെന്നും നിന്നാൽ അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നും കർമ്മവും നിർണയമെങ്കിലും അനന്ത സാധ്യതകൾ അകത്തുള്ളവനാണ് ആദിശേഷനായ ലക്ഷ്മണ നീ എന്നും, അതുകൊണ്ട് നീ വിചാരിച്ചാൽ ചെയ്യുവാൻ കഴിയാത്തതായി യാതൊന്നുമേയില്ല എന്നും തീർച്ചയാണ് എനിക്കെങ്കിലും നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂർവവും
നിന്നെ പോലെ എന്നെക്കുറിച്ച്, അതായത് ശ്രീരാമനെ കുറിച്ച് വാത്സല്യപൂർവം ചിന്തിക്കുന്നവർ ആരും തന്നെ ഇല്ലെന്നും എനിക്കറിയാവുന്നതാണെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എൻ്റെ പൊന്നനിയ. ദൃശ്യമായുള്ളൊരു രാജദേഹാദികളും വിശ്വവും നിശേഷ ധനാദിയും സത്യം എന്നാകിലേ തത്പ്രയാസം തവ യുക്തം. അതല്ലായിൽ എന്തെന്നതിനാൽ ഫലം. കാണുന്നതെല്ലാം ദൃശ്യവും കാണുന്നയാൾ ദൃക്കും ആണ്. നമ്മുടെ ശരീരവും ഈ രാജ്യവും ധനാദികളും ഈ ഭൗതിക ലോകത്തിൽ കാണപ്പെടുന്നതെല്ലാം തന്നെ ദൃശ്യമാണ്. ദൃശ്യങ്ങളെല്ലാം മാറുന്നതും മാറ്റമില്ലാത്തത് ദൃക്ക്. ഏതൊരു പരമാത്മ ചൈതന്യം കൊണ്ടാണോ നമ്മുടെ കണ്ണുകൾക്ക് കാണുവാനും ചെവികൾ കൊണ്ട് കേൾക്കുവാനും ബുദ്ധിക്ക് വിവേചിച്ച് അറിയുവാനുമൊക്കെ കഴിയുന്നത്, ആ ചൈതന്യം തന്നെ ദൃക്ക് അല്ലെങ്കിൽ സാക്ഷി. സത്യമെന്നാൽ മാറാത്തത്. സത്യം പണ്ടും ഇന്നും എന്നും ഒന്നായി നിലനിൽക്കുന്നു. ഈ മാറിക്കൊണ്ടിരിക്കുന്നതായ ഇന്ന് വന്ന് കുറച്ചു സമയത്തേക്ക് മാത്രം നമ്മുടെ പക്കൽ ഉണ്ടെന്നുള്ള ഭ്രമം തോന്നിപ്പിക്കുന്ന ഭൗതിക സുഖഭോഗങ്ങൾക്ക് ആഗ്രഹം മനസ്സിൽ വയ്ക്കുന്നത് യുക്തമാണോ? ഒരു രാജാവ് രാജ്യം ഭരിച്ച് നാട് നീങ്ങി അടുത്ത രാജാവിന് കൈമാറേണ്ടതാണ് ഈ രാജ്യവും സമ്പത്തും എല്ലാം. കുറച്ചു നാളത്തേക്ക് മാത്രമാണ് ഉള്ളതിനെ ചൊല്ലി ആഗ്രഹം വെച്ചു പുലർത്തുന്നത് യുക്തമല്ല. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്നുവെച്ചാൽ ഭോഗങ്ങളെല്ലാം ക്ഷണം പ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായി ആയുസ്സുമോർക്ക നീ. വഹ്നി സന്തപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ഭൗതിക ലോകത്തിലെ സുഖഭോഗങ്ങളെല്ലാം തന്നെ വളരെ കുറച്ചു സമയത്തേക്ക് മാത്രം ഉണ്ടെന്ന പ്രതീതി തരുന്നവയാണ് ലക്ഷ്മണ. എല്ലാം ഒരു മിന്നൽ പോലെ ക്ഷണമാത്രയില് വരുന്നു പോകുന്നു. ഇവയാണ് ചുട്ടുപഴുത്തിരിക്കുന്ന ഇരുമ്പിന്റെ മുകളിൽ പതിച്ച ഒരു തുള്ളി ജലം എത്ര പെട്ടെന്നാണോ അപ്രത്യക്ഷമാവുന്നത്, അതുപോലെയാണ് ഈ മനുഷ്യജന്മം. യുഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യായുസ് എത്ര തുച്ഛമാണ്. ലക്ഷ്മണനോട് പറയുന്നതായി തോന്നുമെങ്കിലും ഇത് നമ്മളോടല്ലേ ശ്രീരാമദേവൻ പറയുന്നത്. എന്നെന്നും നിലനിൽക്കുന്ന പരമസത്യത്തെ അന്വേഷിക്കൂ. നാളെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. ക്ഷണപ്രഭാചഞ്ചലമായ ഈ മനുഷ്യജന്മം ഒരു നിമിഷം പോലും പാഴാക്കാതെ ഏതൊന്ന് അറിഞ്ഞാൽ എല്ലാം അറിയുന്നുവോ ശാശ്വതമായ ആ സത്യത്തെ സാക്ഷാത്കരിക്കൂ. ഭോഗങ്ങളെല്ലാം മിന്നൽ പോലെ വന്നു പോകുന്ന താൽക്കാലിക സുഖങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശാശ്വതമായ ആനന്ദത്തെ കണ്ടെത്തൂ. ഓരോ ശ്വാസവും വളരെ വിലയേറിയതാണ്. സമയമൊട്ടും പാഴാക്കി കളയാതെ. ചക്ഷുഹു ശ്രവണകളസ്ഥമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായില് വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്ന തവള പുറത്തേക്ക് നാക്ക് നീട്ടി അടുത്തു പറക്കുന്ന ഈച്ചയെ പിടിക്കുവാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? കാലമാകുന്ന സർപ്പത്തിന്റെ വായില് അനുനിമിഷം വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മളും ഇതുതന്നെയല്ലേ ചെയ്യുന്നതെന്ന്. എല്ലാ ഭക്തർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ശ്രീ ഹരേ നമഃ.